സത്യം മാസ്റ്ററെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഉദയായി പോകുന്ന കാലത്ത് ഞാൻ സൈക്കിളിൽ പോവുക. ഞാൻ ആക്സിഡൻ്റ് അവിടെ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു പാതിരപ്പള്ളി അടുത്ത് ഒരു ബാങ്കുണ്ട്. ആ ബാങ്കിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു. ഒന്ന് ഞാൻ അകത്തോട്ട് കഴിച്ചപ്പോൾ നോക്കിയപ്പം സത്യം മാസ്റ്ററാണ്. പിന്നെ ഇതിനിടയ്ക്കെന്ന് പറയട്ടെ, ഞങ്ങൾ പരിചയം എൻ്റെ അച്ഛനും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ആ നിലയ്ക്ക് എന്നെ പരിചയമുണ്ട്. അതാണ് പുള്ളി വിളിച്ചത്. പുള്ളി അവിടെ ചെന്ന് ഷൂട്ടിങ് അങ്ങോട്ടാ നമ്മൾ സ്റ്റഡിയായിട്ട് പോകാം. ഞങ്ങളുടെ ഇരിക്കുന്ന ഷൂട്ടിങ് നമ്മൾ ഷൂട്ടിങ്ങെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും സിനിമയിൽ അഭിനയിക്കുന്നത് വലിയ ആഗ്രഹമാണ്. അതെങ്ങനെയാണ് ശ്രമത്തിന് ശ്രമിക്കുമോ? ഞാൻ അഭിനയങ്ങളിനേക്കാൾ നല്ലത് ഈ ഉള്ളത് നല്ല ഉദ്യോഗമില്ല. അല്ല എനിക്കിതിന് ആഗ്രഹം എന്നുള്ളത് നമ്മൾ ശരിയെന്നെല്ലാം പറഞ്ഞിട്ട് പോരുകയും ചെയ്തു. അത് ഞാൻ അത്ര കണക്കാക്കിയില്ല. ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞ തമാശ പറഞ്ഞതാണ്. ഇങ്ങനെ വേറെ 1-2 തവണ ഇതുമാതിരി വിളിച്ചത് ഇങ്ങനെ സംസാരിച്ചിട്ടെല്ലാം പോന്നു. അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞ ഉടനെ ട്രിവാൻഡ്രത്ത് കെ ബാലകൃഷ്ണൻ KM മേനോൻ ഒരു പടം റിലീസ് ചെയ്യുന്നു. അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം അവിടെ നിന്ന് ഞങ്ങളുടെ എക്യുപ്മെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു വന്നു. സൗണ്ട് ക്യാമറയെല്ലാം യൂണിറ്റും വേണം. അങ്ങനെ ഞങ്ങളിവിടെ അവിടുത്തെ ലൊക്കേഷൻ ചെന്നു. എൻ്റെ കഥാകൃത്ത് കൗമുദി ബാലകൃഷ്ണനായിരുന്നു. KM മേനോൻ പുള്ളി അതിൻ്റെ പ്രൊഡ്യൂസർ. അവിടെ ചെന്ന് സെറ്റിൽ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവിടെ ചെന്നപ്പോൾ കൊണ്ട് എനിക്ക് സത്യം മാസ്റ്റർ നിൽക്കുന്നു. ഉടനെ എന്നെ വിളിച്ചു. ഞാൻ അന്വേഷണം കൂടി പറഞ്ഞില്ലേ എനിക്ക് ഇതിന് ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തു ഇതിനാണ്. പക്ഷെ ആ പടം റിലീസായില്ല. പിന്നെ അത് കഴിഞ്ഞ പടത്തിൻ്റെ പേര് ത്യാഗസ്യമായിരുന്നു പടത്തിൻ്റെ പേര്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഉദയയുടെ പടത്തിലാണ് ഉണ്ണിയാർച്ചയ്ക്ക് സത്യം മാസ്റ്ററായിരുന്നു ഹീറോ ആയിട്ടാണ്. പിന്നെ അന്ന് മുതൽ ഞങ്ങളൊരു 10 ഉദയയുടെ തന്നെ 7 പടം ചെയ്തു. പിന്നെ മദ്രാസിലായിട്ട് കഴിഞ്ഞിട്ടും പലതും ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ ഉദയയുടെ അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ പുള്ളി ഒരു ടച്ചില്ല. പിന്നെ ഏതെങ്കിലും പടത്തിന് വരും കാണും, അങ്ങനെ സംസാരിക്കത്തില്ല പഠിക്കും. ഇത് കഴിഞ്ഞ ഈ ഉദയയിൽ ഒരു തൊഴിലാളി സമരം വന്നു. അത് 67 ആ കാലഘട്ടത്തിൽ എല്ലാവരും അന്നേരം സ്റ്റുഡിയോ ഒരു തൽക്കാലത്തേക്ക് കൂട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞവരെ എനിക്കൊരു എഴുത്ത് വന്നു. ഇതായിരിങ്ങനെ ക്ഷമട്ടിക്ക് എൻ്റെ ഒരു പടമുണ്ട്. അത് അനിയനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു പടം കൂടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഏതൊരു ഡേറ്റ് പറഞ്ഞ് മദ്രാസ് ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ മദ്രാസ് ചെന്നു. എന്ന് കണ്ടപ്പം ഇവരൊരു ഓഫീസറിൽ എഴുതിയതാണ്. അവിടെ ആയിരുന്നു. പിന്നെ അത് ക്യാമ്പ് ഈ നേഴ്സിനായിട്ട് അന്നേരം പരിചയപ്പെട്ട് ആ ചെറുത്താൻ്റെ പൊട്ട നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ കറുത്ത പോർണ്ണ എന്ന് പറഞ്ഞ വേറൊരു പടം. അത് ഈ നമ്മുടെ ഇരഞ്ഞാലൂടെക്കാരനൊരു ഗോപിയെ മറ്റുമായിരുന്നു പ്രൊഡ്യൂസർ. ഒരു നായരനും കൂട്ടി ഡയറക്ടറും. അങ്ങനെ അത് രണ്ടും കൂടെ കിട്ടി. ഈ ചെറുത്താൻ്റെ പൊട്ട കഴിഞ്ഞു. പിന്നെ എനിക്ക് ഓരോ പടം ഇങ്ങനെ പിന്നെ മദ്രാസ് തന്നെ എത്തി. അന്നേരം മദ്രാസ് വെച്ചും പിന്നെ ഞങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ എന്നൊരു കാലത്തൊക്കെ വേറൊരു ഇത് പറയാം. ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ എനിക്കവിടെ ഒരു 69-70 കിലോമീറ്റർ ടൈഫോയിഡ് വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അവിടെ നഴ്സിംഗ് ഹോമിൽ അവിടെ അഡ്മിറ്റ് ചെയ്ത് 10-12 ദിവസം കിടക്കേണ്ടി വന്നു. ഞാനത് ഇവിടെ ഒരിടത്തും ആരെയും അറിയിച്ചിട്ടുമില്ല. അങ്ങനെ ഇതൊന്നും സത്യം മാസ്റ്റർ വന്ന് കണ്ടു. അതെല്ലാം നേരത്തെ സമയത്ത് വീട്ടിലത് ഞാനില്ല. എന്തുവനാ ഇപ്പം ഇവിടെ കുഴപ്പമില്ല. ഉടനെ പുള്ളിയും ഉണ്ടാക്കി പോവുകയും ചെയ്തു.
അത് കഴിഞ്ഞ് വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ അനന്തരവൻ, അവൻ ബാംഗ്ലൂരിൽ അവിടെ വന്നു. പിന്നെ വേറൊരു അളിയാൻ പറ്റാത്തവനുണ്ട്, ഇവനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവിടെ വന്നു. എന്നാൽ ഞാൻ ചേട്ടാ നീ ഇതെങ്ങനെ പറഞ്ഞില്ല, സത്യം മാസ്റ്റർ അപ്പൂപ്പൻ്റെ എഴുത്തെഴുതിയാണ്, എൻ്റെ അച്ഛനെ എഴുത്തെഴുതിയിട്ട് ആണ് ഇതുമാതിരി ടൈഫോയിഡ്, അതുകൊണ്ട് സഹായത്തിന് ആരെങ്കിലും അവരെ അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഇവരോട് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഒന്ന് അസുഖമെല്ലാം മാറി. പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ വെച്ച് കാണാൻ സംസാരിക്കും. എല്ലാവരും നല്ല സഹകരണമായിരുന്നു. കറക്റ്റ് പിന്നെ അത് ഷൂട്ടിങ് 9 മണിക്കെന്ന് പറഞ്ഞാൽ 8:45 മണിക്ക് അങ്ങനെ ഇപ്പോൾ സത്യം മാസ്റ്റർ റെഡി, എന്നിട്ട് ബാക്കിയുള്ളവരെ നോക്കിയിരിക്കും. അതുപോലെ 5 മണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ പോയിരിക്കും, എന്ത് കാര്യം ഉണ്ടെങ്കിലും. അങ്ങനെ കറക്റ്റ് കൃത്യനിഷ്ഠ ഉള്ള മനുഷ്യനായിരുന്നു. നേരത്തെ വന്നിട്ട് എല്ലാവരും അന്വേഷിക്കും, പ്രൊഡ്യൂസർ ഇവിടെ, ഡയറക്ടർ ഇവിടെ, എല്ലാം.